2 പത്രോസ് 3 അധ്യായം, 2 Peter chapter 3, അതിൻ്റെ 9 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 പത്രോസ് 3 അധ്യായത്തിൻ്റെ 9 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. പത്രോസ് 2 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 2ാമത്തെ ലേഖനം താൻ എഴുതി അവസാനിപ്പിക്കുന്ന അധ്യായത്തിൽ നിന്നാണ് നാം വായിക്കുന്നത്. ഈ ഭാഗം അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞാൽ, The day of the Lord shall surely come. കർത്താവിൻ്റെ ദിവസം ഉറപ്പായിട്ട് വരും. അതാണ് പത്രോസ് എഴുതി അവസാനിപ്പിക്കുന്നതായ വിഷയം. മുൻപേത് കാലഘട്ടത്തേക്കാൾ അധികം പ്രസക്തമായ പ്രാധാന്യമേറിയ ഒരു ആ വിഷയം ഏറ്റവും മുഖ്യ വിഷയമായി മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ദിവസം നിശ്ചയമായും വരും. അത് നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടില്ലെങ്കിൽ, അത് ഹൃദയത്തിൽ അതൊരു ചിന്താവിഷയമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ, ഇന്ന് പകല് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരൊറ്റ കാര്യമാണ്: കർത്താവിൻ്റെ ദിവസം നിശ്ചയമായും വരും. ഇവിടെ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞു പോകും. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ ദിവസം? എന്താണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടതായ കാര്യം? അതുകൊണ്ട് ഈ ഭാഗമൊന്ന് അതിൻ്റെ പൊരുളൊന്ന് തിരിക്കാനായിട്ട് ആദ്യം ഈ ഡേ ഓഫ് ദ ലോർഡ് എന്ന്, കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദിവസം എന്താണ് എന്നൊന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. 7ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാനായിട്ട് ആകാശമേഘങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. 7ാം വാക്യം: ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന ആ ദിവസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത് ഇതാണ്: ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസം. The doomsday, the final day, the day of destruction. നാശം, ഭക്തികെട്ട മനുഷ്യരുടെ നാശവും ഒരു ന്യായവിധിയും സംഭവിക്കുന്ന ഒരവസാന ദിവസം വരാൻ പോവുകയാണ്. അത് സമീപിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം പലപ്പോഴും വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. അതിങ്ങനെ കൂടിക്കുഴഞ്ഞ് ഏതാന്നൊരു തിരിച്ചറിയാൻ പറ്റാതെ നമുക്ക് തോന്നിയതുപോലെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്. വളരെ സ്പഷ്ടമായിട്ട് ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ എനിക്ക് ബാധകമായത്, ദൈവജനത്തിന് നമുക്ക് ബാധകമായത് എന്തെന്ന് ഏറ്റെടുക്കാമെങ്കിൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും, നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്, കർത്താവ് പ്രത്യക്ഷനാകാൻ പോകുന്നതും സഭയെ ചേർക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെക്കുറിച്ചല്ല, അതിനുശേഷം സംഭവിക്കാൻ പോകുന്ന
ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുന്ന ഒരു നാശ ദിവസമുണ്ട്. ഇറ്റ് ഈസ് എ ഡേ ഓഫ് ഡിസ്ട്രക്ഷൻ. നാശത്തിൻ്റെ ഒരു ദിവസമാണ്. അതുകൊണ്ട് അതിന് മുൻപേ ആ ദിവസം സമീപിക്കുന്നുവെങ്കിൽ, ആ ദിവസം അടുത്തു വരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നതെങ്കിൽ, അതിനു മുൻപേ, വളരെ മുൻപേ തന്നെ നമ്മെ ബാധിക്കുന്ന വിഷയങ്ങൾ നടന്നു കഴിയണം. അതിന് നാം ഒരുക്കം പ്രാപിക്കണം. അപ്പോൾ നാം വളരെ ഒരു അത്യാസന്നമായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം. ചില കാര്യങ്ങൾ മുഖവരിയായിട്ട് ഓർപ്പിച്ചുകൊണ്ട് 2-3 പ്രധാന കാര്യങ്ങളാണ് തുടർന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അന്ത്യകാലത്ത് അതിനു മുന്നോടിയായി ഭൂമിയിൽ വെളിപ്പെടുന്ന ആത്മീയ ലോകത്ത് പ്രത്യേകിച്ച് പ്രത്യക്ഷമാകുന്ന ഈ പറയുന്ന കാര്യങ്ങൾ പുറമേ ഭൗതിക ലോകത്ത് അവിശ്വാസികളുടെ ഇടയിൽ നടക്കുന്നതിനെക്കുറിച്ചല്ല, ആത്മീയ ലോകത്ത് നാം വളരെ കെയർഫുൾ ആകേണ്ട ഒരു കാര്യമുണ്ട്. മോക്കേഴ്സ് വിൽ കം. പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർപ്പിച്ച മറ്റൊരു വിഷയമാണ് ഫാൾസ് ക്രിസ്ത്യാനിറ്റി വിൽ അബൗണ്ട്. ഒരു വ്യാജ ക്രിസ്തീയ സമൂഹം ഫ്ലറിഷ് ചെയ്യും. നാം ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ വളരും. അത് ഈ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളും. അന്ത്യകാലത്ത്, the last days, അത് ഈ ഡേ ഓഫ് ദ ലോർഡ്, ന്യായവിധി സംഭവിക്കാനുള്ള അവസാന ദിവസം, അതിനു മുൻപേ ദൈവസഭ എടുക്കപ്പെടാനുള്ള ഒരു സമയം വരുന്നു. അതിനോടടുക്കുമ്പോൾ ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. പരിഹാസികൾ, മോക്കേഴ്സ് വിൽ കം. എന്താണ് ഈ പരിഹാസികൾ? ദൈവ വിഷയങ്ങളെയും ആരാധനയെയും ക്രിസ്തീയ മാർഗത്തെയും പരിഹസിക്കുന്ന അവിശ്വാസികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത് വിരോധികളാണ്. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് സുവിശേഷത്തെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആരാധനയെ പരിഹസിക്കുകയോ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ആ പയസ് ക്രിസ്ത്യൻ ലൈഫ് അതിനെ പരിഹസിക്കുകയോ ചെയ്യുന്ന, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ആരാധിക്കുക, മാന്യമായി ജീവിക്കുക, മാന്യമായി വസ്ത്രധാരണം ചെയ്ത് നടക്കുക, ഇതിനെയൊക്കെ പരിഹസിക്കുന്ന ഒരു ലോകമാണ് പുറത്തുള്ളത്. അതിനെക്കുറിച്ചല്ല പത്രോസ് ഇവിടെ പറയുന്നത്. പത്രോസ് ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ആ പ്രത്യാശയെ നിഷേധിക്കുകയും അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന, മടങ്ങിവരവിനായി ദൈവജനത്തെ ഒരുക്കാൻ താല്പര്യമില്ലാത്ത ഒരു ആത്മീയ സമൂഹം. വളരെ ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം വളരെ ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 4 and 5. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. അന്ത്യകാലത്തെക്കുറിച്ചും കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, ഇതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളങ്ങൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവരെ ഓർപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിക്കണം. തെറ്റിച്ച് കളയുന്നത് ആരാണ്? തെറ്റിച്ച് കളയുന്നവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് എൻ്റെ നാമത്തിൽ വന്ന് നിങ്ങളെ തെറ്റിക്കും. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ക്രിസ്തു ആണെന്നും പറഞ്ഞ ഒരാൾ വരുമെന്നാണോ? അങ്ങനെയല്ല യേശുവോടെ പറഞ്ഞത്. അല്ല. ആ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വേറൊരു വാക്യം കൂടെ വായിക്കാം. കള്ളക്രിസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഫാൾസ് ക്രൈസ്റ്റ്. 24-ന്റെ 24-ാം വാക്യമാണെന്ന് തോന്നുന്നു. വായിക്കാം ആ വാക്യം. 24 വേഴ്സ് 24. കള്ളക്രിസ്തുക്കളും
കള്ളപ്രവാചകന്മാരും അവിടെ വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു, ഫാൾസ് ക്രൈസ്റ്റ്. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നവരും 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും രണ്ട് കൂട്ടരെ കുറിച്ചാണ്. തിരുവെഴുത്ത് നന്നായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും വായിച്ചേച്ച് എന്തെങ്കിലും ധരിച്ചുകൊണ്ട് നടക്കരുത്. കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കള്ളനോട്ട്, വ്യാജമായി താനാണ് ക്രിസ്തു എന്ന് അവകാശപ്പെടുന്ന, ക്ലെയിം ചെയ്യുന്ന, ക്ലെയിമിങ് ടു ബി ക്രൈസ്റ്റ്. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. കുറച്ച് തിരിച്ചറിവുള്ളവർ ഈ നല്ല നോട്ടും കള്ളനോട്ടും കണ്ടാൽ ഉടനെ തിരിച്ചറിയും. അവർക്കതിൻ്റെ ലക്ഷണങ്ങൾ അറിയാം. അങ്ങനെ പറയുന്ന ഫാൾസ് ക്രൈസ്റ്റിനെ കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല. 4-ാം വാക്യത്തിൽ പറയുന്നത് യേശുവാണ് ക്രിസ്തു, മെശിഹ, അഭിഷിക്തൻ, ദൈവത്തിൻ്റെ പുത്രൻ, കർത്താവ് ക്രിസ്തു, ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്ന് തന്നെ പഠിപ്പിക്കുകയും നിങ്ങളെ തെറ്റിക്കുകയും ചെയ്യും. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ സാധാരണ യേശുവാണ് ക്രിസ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ എന്ത് പറഞ്ഞാലും അങ്ങ് എടുത്ത് വിഴുങ്ങിക്കളയും. അങ്ങനെ വിഴുങ്ങരുത്. യേശുവാണ് ക്രിസ്തു എന്ന് പറയുകയും യേശുവിൻ്റെ മടങ്ങി വരവിനായി നിങ്ങളെ ഒരുക്കുകയും ചെയ്യാത്ത ഒരു ഫാൾസ് ക്രിസ്ത്യാനിറ്റി, അത് നാം വളരെ സൂക്ഷിക്കണം. അവർക്ക് ഭൗതിക നന്മകൾ വലിയ താല്പര്യമാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും താല്പര്യമാണ്, എന്ത് കാര്യങ്ങളും അവർ ചെയ്യും. പക്ഷേ യേശുവിൻ്റെ മടങ്ങി വരവിൽ അവനെ എതിരേൽക്കാൻ വേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങണമെന്നുള്ള കാര്യം മാത്രം വിട്ടുകളയും. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. പരിഹാസികൾ തെറ്റിച്ചു കളയും. ആ വാക്യത്തിൻ്റെ ശരിയായി പല ട്രാൻസ്ലേഷനിൽ പഠിക്കുന്നവർ പല ട്രാൻസ്ലേഷൻ എടുത്ത ഈ രണ്ട് വാക്യങ്ങളും നന്നായിട്ട് പഠിക്കണം. 4-ാം വാക്യത്തിൽ പറയുന്നത് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുകയും അവൻ്റെ മടങ്ങി വരവിനായി നിങ്ങളെ ഒരുക്കാതെ നിങ്ങളെ തെറ്റിച്ച് കളയുകയും ചെയ്യുന്നവർ വരും, സൂക്ഷിച്ചു കൊള്ളണം. അതാണ് മോക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ അന്ത്യകാലത്ത് നാം സൂക്ഷിച്ചു കൊള്ളണം ദൈവമക്കളെ. ഒരു സർജ് ഓഫ് ഫാൾസ് ക്രിസ്ത്യാനിറ്റി, എ ഫ്ലോറിഷിംഗ് ഓഫ് ഫാൾസ് ക്രിസ്ത്യാനിറ്റി ഈ വരുന്ന ദിവസങ്ങളിൽ നാം ലോകഭാഗമാനം കാണും. അതിനെക്കുറിച്ച് നാം നന്നായിട്ട് ജാഗ്രതയുള്ളവരായിരിക്കണം. കാണുന്ന ഉണർവല്ല, കാണുന്ന ആൾക്കൂട്ടമെല്ലാം ദൈവപ്രവർത്തനമാണെന്ന് ധരിച്ചു കളയരുത്. വളരെ ശ്രദ്ധിച്ചോണം. യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നവൻ യേശുവിൻ്റെ മടങ്ങിവരവിനായി വിശുദ്ധിയോടെ ജീവിക്കാൻ, ഭയഭക്തിയോടെ ജീവിക്കാൻ, പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ, ലോകത്തെ വെറുത്ത് ജീവിക്കാൻ, രഹസ്യത്തിലും പരസ്യത്തിലും കാണുന്ന സകല വിഷയത്തിന് ന്യായം വിധിക്കുന്ന ദൈവമുമ്പാകെ നിൽക്കാൻ, ഒരുക്കത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നന്നായിട്ട് പരിശോധിച്ചു കൊള്ളണം. അത് ഈ അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന ഒരു ലക്ഷണമാണ്. ഈ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ നാള് വരുന്നതിന് മുൻപേ അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് ഓൾറെഡി ലോകത്തിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദർ ഈസ് എ സർജ് ഓഫ് ഫാൾസ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയൊന്നും ആരും ധരിച്ചു കളയരുത്. ഏത് ഉപദേശത്തെയും, അത് ഈ സഭയ്ക്കകത്താരെ പഠിപ്പിച്ചാലും കൊള്ളാം, പുറത്ത് പഠിപ്പിച്ചാലും കൊള്ളാം, വളരെ കരുതിയിരുന്നോണം. അവനെ എതിരേൽപ്പാൻ ഏത് നിമിഷവും ഒരുക്കത്തോടിരിക്കാൻ ഓർപ്പിക്കുന്നതാണ് ശരിയായ ഉപദേശവും ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും. ഈ അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ട് തുടർന്ന് പത്രോസ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് 3 ചോദ്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ആ ചോദ്യങ്ങളുടെ മറുപടിയായി ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ ഡേ ഓഫ് ദ ലോർഡ്, ഹൗ വിൽ ഇറ്റ് കം? കർത്താവിൻ്റെ ദിവസം എങ്ങനെയാണ് വരുന്നത്? കർത്താവിൻ്റെ ദിവസം എന്നവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ആ ഡൂംസ് ഡേ എങ്ങനെയാണ് വരുന്നത്? അതിനെക്കുറിച്ച് ചില സൂചനകൾ പത്രോസ് നൽകുന്നുണ്ട്. 3-ാം അധ്യായം 10-ാം വാക്യം, 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ഇറ്റ് കംസ് ലൈക്ക് എ തീഫ്. ഒരു കള്ളനെ പോലെ വരും. ഈ കള്ളനെ പോലെ വരും എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം 2 കാര്യങ്ങളെയാണ് ഓർപ്പിക്കുന്നത്. 1 സഡൻ, 2 അൺഎക്സ്പെക്റ്റഡ്. പെട്ടെന്ന് വരും, അപ്രതീക്ഷിതമായിട്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ, അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സഡനായി പെട്ടെന്ന് അത് വെളിപ്പെടും. ഒരു കള്ളൻ വരുന്നതിനെ ഉപമിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ദൃഷ്ടാന്തം എടുത്തുകൊണ്ടാണ് പത്രോസ് അവിടെ അതിനെക്കുറിച്ച് പറയുന്നത്. കള്ളനെ പോലെ വരും, പെട്ടെന്ന്. ഏത് നാഴികയ്ക്കെന്നറിയാം കർത്താവ് അതിനെക്കുറിച്ച് 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ
കർത്താവ് അതിനെക്കുറിച്ച് 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ ദൃഷ്ടാന്തത്തിൽ ആ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉപമ അവിടെ പറയുന്നുണ്ട്. മാത്യു 24:42-44, മത്തായി 24:42 തുടങ്ങി 44 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരുപ്പിൻ. ഏത് ദിവസത്തിൽ കർത്താവ് വരുമെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ജാഗ്രതയോടുകൂടെ ഇരിക്കണം. അപ്പോൾ ഈ കള്ളനെ പോലെ വരും എന്നുള്ള ആ പ്രയോഗം വിശ്വാസ സമൂഹത്തോട്, തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നാൾ, അത് കഴിഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ 44 പറയുന്ന നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് കർത്താവോട് പറയുന്നത്. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആണ്. ആരും പ്രതീക്ഷിക്കുന്ന സമയത്തോ കണക്ക് കൂട്ടുന്ന സമയത്തോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊന്നും ആയിരിക്കുകയല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. പക്ഷേ ഈ കള്ളനെ പോലെയുള്ള വരവ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-ാം വാക്യം ആദ്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം, 1 Thessalonians chapter 5 and verse 2. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. വീണ്ടും ആ കർത്താവിന്റെ നാൾ, ഡേ ഓഫ് ദ ലോർഡ് എന്ന പ്രയോഗം എവിടെ കണ്ടാലും ഓർത്തോണം. പത്രോസ് അത് വിശദീകരിക്കുന്നുണ്ട്, അതിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസം അത് കള്ളനെ പോലെ വരും. അപ്പോൾ പത്രോസ് മാത്രമല്ല, പൗലോസും അതേ ദൃഷ്ടാന്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്, പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ ന്യായവിധിയുടെ ദിവസം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ നാശം വരാൻ പോകുന്നു. ഭക്തികെട്ട മനുഷ്യരുടെ നാശം സംഭവിക്കാനായിട്ട് പോകുന്നു. ഭക്തികെട്ട മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഈ കർത്താവിൻ്റെ ദിവസത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി. ഇനി അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ദൈവമക്കളെക്കുറിച്ച് എന്താണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്? ആ നാൾ, 4-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് വിശ്വാസ സമൂഹത്തെയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാർ എന്ന പ്രയോഗം. സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ. ആ നാൾ ഏതാ? കർത്താവിന്റെ നാൾ, ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുന്ന നാൾ. കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ. നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതാരെയാ പിടിക്കുന്നത്? ഇരുട്ടിലുള്ളവരെയാണ് പിടിക്കുന്നത്. ഇരുട്ടിൽ നടക്കുന്നവർ, ഇരുട്ടിന്റെ പ്രവർത്തികളുമായി ജീവിക്കുന്നവർ, വെളിച്ചത്തിലേക്ക് വരാത്ത ആളുകൾ, അവരെയാണ് ഈ കർത്താവിന്റെ നാൾ ബാധിക്കാൻ പോകുന്നത്. അതാണ് പത്രോസ് സ്പഷ്ടമായി പറയുന്നത്. ഭക്തികെട്ട മനുഷ്യർ നശിക്കാൻ പോകുന്ന ഒരു ദിവസം വരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഭാരവും നമ്മളെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്നതും ഭക്തികേട് ലോകത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഭക്തികേട് വർദ്ധിച്ചു വരുന്നു. ഒരു പ്രായം കഴിഞ്ഞിവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എത്രയും വേഗം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. കാരണം കാണാൻ, കേൾക്കാനും സഹിക്കാനും പറ്റാത്തവണ്ണം വൃത്തികേടുകളും ഭക്തികേടുകളും ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നാം ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, കള്ളൻ എന്ന പോലെ ആ നാള് ദൈവജനത്തെ പിടിക്കാൻ പോകുന്നില്ല, ദൈവജനത്തെ പിടിക്കത്തില്ല. കാരണം അവർ വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായിട്ട് നടക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ദൈവമക്കളെ, ദൈവവചനം സ്പഷ്ടമായിട്ട് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇരുട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഇരുട്ടിലാണ് നടക്കുന്നതെങ്കിൽ, ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിൽ കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരുന്നു. ഇറ്റ് ഈസ് കമ്മിങ് അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് സഡൻലി. വളരെ വേഗത്തിൽ, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ, അപ്രതീക്ഷിതമായി കർത്താവിൻ്റെ നാൾ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയോടെ ഇരിക്കണം. രണ്ടാമത്, ഈ കർത്താവിൻ്റെ നാൾ എങ്ങനെയാണ് വരുന്നത്? അതിനെക്കുറിച്ച് 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. കള്ളൻ എന്ന പോലെ. എൻ്റെ ബാക്കി വായിച്ചേ. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ആ നാൾ ഇറ്റ് കംസ് വിത്ത് ഡിസ്ട്രക്ഷൻ, വലിയ നാശത്തോടുകൂടെ ഭൂമിയിൽ കർത്താവിൻ്റെ നാൾ, ഡേ ഓഫ് ദ ലോർഡ്, ന്യായവിധിയുടെ ദിവസം വരുന്നത് ഭയങ്കരമായ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നാശം വിതച്ചുകൊണ്ടാണ്. 3 വാക്കുകൾ അവിടെ എടുത്ത് ഓർപ്പിക്കുന്നത്: ഡിസ്ട്രക്ഷൻ, ഗ്രേറ്റ് നോയ്സ്, ഫെർവെന്റ് ഹീറ്റ്. വലിയ ചൂട്, വെന്ത് അഴിയുമെന്നാണ്, കത്തി അഴിയുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൊടും മുഴക്കം അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്കാണ്.
ഒരു വലിയ സ്ഫോടനമുണ്ടാകുകയോ ഒരു വലിയ നാശം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അതിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാം. ഒരു ശബ്ദം, ഒരു മുഴക്കം, വലിയ തീ അല്ലെങ്കിൽ വലിയ ചൂട്, വലിയ നാശം, ഇതൊക്കെ ആ കർത്താവിൻ്റെ നാൾ അതിൻ്റെ ചില ഗ്ലിംസസ് ആണ്. ഇതുപോലെ ഇതിൻ്റെ അനേക മടങ്ങ് ഭയങ്കരമായ നാശത്തോടു കൂടെയാണ് കർത്താവിൻ്റെ നാൾ വെളിപ്പെടാനായിട്ട് പോകുന്നത്. ഇതിൽ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ളതെല്ലാം കത്തിയഴിയും എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുന്ന ആ പ്രയോഗം ശരിക്കും ഈ കത്തി അഴിയുക എന്ന് പറഞ്ഞാൽ അലിഞ്ഞു പോകുമെന്നുള്ള ഒരു വാക്കാണ്. നമുക്കൊന്ന് രണ്ട് വചനങ്ങളൊന്ന് നോക്കാം. റോമാലേഖനം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. റെവലേഷൻ ചാപ്റ്റർ 6 and verse 14. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ആകാശത്തെ കഴിഞ്ഞ മാസം നമ്മൾ കേട്ടു, അവൻ ഏകനായ ആകാശത്തെ വിരിച്ചവനാണ്. കർത്താവിൻ്റെ നാൾ വരുമ്പോൾ പുസ്തക ചുരുൾ, പഴയകാലത്ത് ചുരുളുകളായിട്ടാണ് ഇതൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിട്ട്, ഇന്നത്തെ പോലെ പേജുകൾ മറിക്കുന്ന പുസ്തകങ്ങളല്ലായിരുന്നു, വലിയ റോൾസ് ആയിട്ടാണ്. ഈ പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം ചുരുട്ടിയെടുത്തോണ്ട് അങ്ങ് പോകും, അതങ്ങ് മാറിപ്പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ നാൾ വരാൻ പോകുന്നു. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസ് വലിയ വിദ്യാഭ്യാസമോ വലിയ PhD ഒന്നും ഇല്ലാത്ത സാധാരണ മുക്കുവനായിരുന്ന മീൻ പിടിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ ദൈവപരിജ്ഞാനത്തിൽ താൻ വെളിപ്പാടിൽ പ്രാപിച്ച കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇത് നശിച്ചു പോകാൻ പോകുന്നു, കത്തിയഴിയാൻ പോകുന്നു, ആകാശം വെന്തുരുകും, കത്തിയഴിയും, ആകാശം നീങ്ങിപ്പോകും, മാറിപ്പോകുമെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. യെശയ്യാവ് 34-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഐസയ്യാ 34 and verse 4. യെശയ്യാ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. അലിഞ്ഞു പോകും. ആ വാക്കിന് വേണ്ടിയാണ് ഞാൻ ആ ഭാഗം വായിച്ചത്. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം കത്തി അഴിയും, മെൽറ്റ് അവേ എന്ന് എഴുതിയിരിക്കുന്നത് അലിഞ്ഞു പോകും. ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട്, പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ടാൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് കലക്കിയാൽ അതെങ്ങോട്ട് പോയി, ഈ ഉപ്പ് എങ്ങോട്ട് പോയെന്ന് കാണുകയില്ല. അത് അലിഞ്ഞ് അതിൽ ലയിച്ച് ഇല്ലാതെയായി പോകും. ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന ഭൂമി, ഈ കാണുന്ന ആകാശം, ഇതെല്ലാം അലിഞ്ഞ് ഇല്ലാതെയാകും. ഇതെങ്ങോട്ട് പോയി? ഇതിൻ്റെ ഒരു പൊടിയെങ്കിലും ഒരു തരിയെങ്കിലും കണ്ടെടുക്കാമോ എന്ന് വിചാരിച്ചാൽ കണ്ടെടുക്കാൻ പറ്റാത്തവണ്ണം ഇറ്റ് വിൽ മെൽറ്റ് അവേ, ഡിസോൾവ് എന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കർത്താവിൻ്റെ നാളിൽ സംഭവിക്കാൻ പോകുക. ഇതൊന്നും ഭയപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നുമല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞത് ഓർമ്മ വേണം. ആ നാൾ കള്ളൻ എന്ന പോലെ എന്നെ പിടിക്കാതെ ഞാൻ നോക്കിക്കോണം, വെളിച്ചത്തിൽ നടന്നുകൊള്ളണം. അതാണ് പ്രബോധനം. അതുകൊണ്ട് ആ നാൾ കള്ളൻ എന്ന പോലെ വരും. ഇറ്റ് കംസ് ലൈക്ക് എ തീഫ് ആൻഡ് ഇറ്റ് കംസ് വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ. വലിയ നാശത്തോടുകൂടെയാണ് അത് സംഭവിക്കാനായിട്ട് പോകുന്നത്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നാം വളരെ ശ്രദ്ധിക്കണം. യോവേൽ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സിയോനിൽ കാഹളമൂതുവേൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പേൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ട്, അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. വീണ്ടും യഹോവയുടെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം എന്നാണ് ഇവിടെ പറയുന്നത്. വായിച്ചേ. ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ, കൂരിരുട്ടുമുള്ള ദിവസം, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല. ഈ ഭാഗങ്ങളെല്ലാം നാം ചേർത്ത് വായിക്കാമെങ്കിൽ എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തമാകും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എവറി സോഴ്സ് ഓഫ് ലൈറ്റ് വിൽ ബി ടേക്കൺ അവേ. പ്രകാശത്തിൻ്റെ എല്ലാ ഉറവിടങ്ങളും ഇല്ലാതെയാകും. ഇന്ന് ഈ ഭൂമിയും ഈ പ്രപഞ്ചവും നിലനിൽക്കുന്നത് ദൈവം ആദിയിൽ സൃഷ്ടിച്ച വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ഉണ്ടാക്കിയ പ്രകാശമുണ്ട്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നും ശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പ്രകാശം അതാണ്, ആ വെളിച്ചമാണ്. ലൈറ്റ് ഇസ് ദ സോഴ്സ് ഓഫ് എനർജി. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇങ്ങനെ ഈ രാത്രിയും പകലുമൊക്കെ പ്രകാശം കൊടുക്കുന്ന വിഷയങ്ങളുണ്ട്. ഡേ ഓഫ് ദ ലോർഡ്,
കർത്താവിൻ്റെ നാളിൽ നമ്മൾ സൂര്യൻ എന്ന് സംഭവിക്കും, ചന്ദ്രൻ എന്ന്, ഇതൊന്നും അല്ല വിഷയം. ഇതാണ്, ലൈറ്റ് വിൽ ബി ടേക്കൺ അവേ. പ്രകാശമില്ലാതെയാകും. ആ കൂട്ടത്തിൽ സുവിശേഷത്തിൻ്റെ പ്രകാശവും തീരും, അതോടെ തീരും. ദൈവമക്കളെ, പ്രകാശമില്ലാതായി കഴിഞ്ഞാൽ കൂരിരുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇരുട്ട് ഇരുട്ട് ഇരുട്ട്. ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ ഇരുട്ടും അന്ധതമസ്സുമുള്ള ദിവസം, കൂരിരുട്ടിൻ്റെ ദിവസം, മേഘം മൂടിയിരിക്കുന്ന ദിവസം, ഗ്ലൂമി ഡേ എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രകാശവുമില്ല. വെളിച്ചത്തിന് യാതൊരു മാർഗവുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചം മാറും. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിർമ്മിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിർത്തിയിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്ന ഒരു വിഷയം അതോടുകൂടെ ഇല്ലാതെയായി തീരും. അതാണ് ഡേ ഓഫ് ദ ലോർഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇറ്റ് കംസ് വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ. മനുഷ്യ രാശി ചിന്തിക്കുന്നതിനപ്പുറമായി, കണക്കൂട്ടുന്നതിനപ്പുറമായി ഒരു നാശത്തിൻ്റെ ദിവസം സംഭവിക്കാനായിട്ട് പോകുന്നു. ലൈറ്റ് വിൽ ബി ടേക്കൺ അവേ. പ്രകാശം എടുത്തു മാറ്റും. മറ്റൊരു ഭാഗത്ത് രാത്രിയില്ലാത്ത, വിളക്ക് ആവശ്യമില്ലാത്ത, സൂര്യൻ ആവശ്യമില്ലാത്ത, കുഞ്ഞാട് വിളക്കായിരിക്കുന്ന വേറൊരു ലോകം, വേറൊരു രാജ്യം ഒരുക്കപ്പെടാൻ പോവുകയാണ്. ഇന്നത്തെ ഈ തൽക്കാല ലോകം ഇന്ന് സൂര്യൻ്റെ പ്രകാശത്തിലും ദൈവസൃഷ്ടിയുടെ ആ പ്രകാശത്തിൻ്റെ വിവിധ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലൈറ്റ് ഇന്ന് ഈ പ്രപഞ്ചത്തെ നിർത്തുന്നതിനെ മുഴുവനും ഇല്ലാതെയാക്കും. മറുവശത്ത് ആമേൻ, രാത്രിയില്ലാത്ത ഒരു ലോകം, അത് തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഡേ ഓഫ് ദ ലോർഡ്, ഹൗ ഡസ് ഇറ്റ് കം, ഹൗ വിൽ ഇറ്റ് കം? ഇറ്റ് കംസ് ലൈക്ക് എ തീഫ്. അതൊരു കള്ളനെ പോലെ വരും. ഇറ്റ് കംസ് വിത്ത് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ലൈറ്റ് വിൽ ബി ടേക്കൺ അവേ. പ്രകാശം എടുത്തു കളയും. പിന്നെ ഇവിടെങ്ങും നമുക്ക് സർവൈവ് ചെയ്യാനേ പറ്റത്തില്ല. അത്രമാത്രം നാശത്തിൻ്റെ ഒരു കാലമാണ് വരാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് മറ്റു ചില പൊരുളുകൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കേണ്ട ആ ഭാഗത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ഷുഡ് ബി അവർ ഹോപ്പ്? ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? ഇങ്ങനൊരു നാശം വരാൻ പോകുന്നു, കള്ളനെ പോലൊരു ദിവസം വരാൻ പോകുന്നു, അപ്രതീക്ഷിതമായി ആരും ചിന്തിക്കാത്ത വിധത്തിൽ നാശവുമായി വെളിച്ചം എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു ദിവസം വരാനായിട്ട് പോകുന്നു. അത് ഉറപ്പായും 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 സംഭവിക്കുമെന്നുള്ളത് യേശു തൻ്റെ ശിഷ്യന്മാർ, പഴയ നിയമ പ്രവാചകന്മാർ, പുതിയ നിയമ എഴുത്തുകാർ, വെളിപ്പാട് പുസ്തകം വരെയുള്ളവർ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രത്യാശ എന്തായിരിക്കും? നമുക്കൊന്ന് രണ്ട് ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാം. ഒന്ന്, പത്രോസ് ഈ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഈ നാശത്തിൻ്റെ ഡൂംസ് ഡേയെക്കുറിച്ച് പത്രോസ് പറയുമ്പോൾ 1-ാം അധ്യായത്തിൽ തൻ്റെ ഭക്തന്മാർ എങ്ങനെ ഒരുക്കം പ്രാപിക്കണമെന്നുള്ള ധാരാളം കാര്യങ്ങൾ പത്രോസ് വിശദീകരിക്കുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Peter chapter 1 and verse 13. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുക. പ്രത്യാശ വെക്കേണ്ട, ദൈവജനം പ്രത്യാശ വെക്കേണ്ട കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ദിവസമെന്നല്ല, മറിച്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്, യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. ഇത് രണ്ടും രണ്ട് സംഭവമാണ്. ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുന്ന ദിവസമാണെങ്കിൽ 1-ാം അധ്യായം നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ഓർപ്പിക്കുന്ന അത് ഒരു സംഭവം അതിന് മുൻപേ നടക്കും. ദാറ്റ് ഈസ് ദി അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. അവൻ പ്രത്യക്ഷനാകും. ഈ നാശ ദിവസം വരും മുമ്പേ, ന്യായവിധിയുടെ ദിവസം വരും മുമ്പേ, വെളിച്ചം എടുത്ത് മാറ്റുന്നതിന് മുൻപേ, ഇരുട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും മൂടുന്നതിന് മുൻപേ, അതിപ്പോഴേ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപേ ഒരു പ്രത്യാശയുടെ ഒരു ദിവസമുണ്ട്. നമ്മുടെ പ്രത്യാശ മുഴുവനും അതിലായിരിക്കണം. ഏതിലാ? ദി അപ്പിയറൻസ്. കർത്താവ് പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ത് സംഭവിക്കും? 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. അവൻ പ്രത്യക്ഷനാകും. അവൻ്റെ പ്രത്യക്ഷതന് മുൻപേ സംഭവിക്കുമ്പോൾ എന്താണ് എനിക്കും നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്ന വാക്യമാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, വായിച്ചേ, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും.
ദൈവമക്കളെ, ഇതാണ് എൻ്റെ നിങ്ങളുടെ ഈ നാളുകളിൽ, ഈ 2026 ആണ്ട് മുഴുവനും ഈ പ്രത്യാശ നമ്മെ ഓരോ ദിവസം കഴിയുന്തോറും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കർത്താവ് പ്രത്യക്ഷനാകും. ഒരു നാശ ദിവസം വരുന്നു, ഇരുട്ടും അന്ധതമസുമുള്ള ഒരു ദിവസം വരുന്നു. വെളിച്ചം മുഴുവനായും എടുത്തു കളയുന്ന, ഭൂമിയിൽ ഇന്ന് വെളിച്ചം പറയുന്ന, പ്രപഞ്ചത്തിൽ ഇന്ന് വെളിച്ചം നൽകുന്ന എല്ലാ സോഴ്സും, അത് നക്ഷത്രങ്ങളായാലും സൂര്യനായാലും വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനായാലും, അതിനെയെല്ലാം ഇരുട്ടാക്കി കളഞ്ഞിട്ട്, അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് മുഴുവൻ അന്ധകാരമായി ഈ പ്രപഞ്ചം മാറാൻ പോകുന്നു. എന്നാൽ അതിനു മുൻപേ കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിക്കാൻ പോകുകയാണ്. ആ പ്രത്യക്ഷതയിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും സാധിച്ചിട്ടില്ലാത്തതും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും ഗ്ലോറിയസ് ആയ, ഏറ്റവും മഹത്തായ ഒരു കാര്യം സംഭവിച്ചേ പറ്റുള്ളൂ. നാം അവനോട് സദൃശ്യന്മാരായി രൂപാന്തരപ്പെടണം. ഇതിനായി പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരികയും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവനോട് സദൃശ്യന്മാരായി രൂപാന്തരപ്പെടുവാൻ നമ്മെ നാൾതോറും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ദാറ്റ് ഈസ് ഫാൾസ് ക്രിസ്ത്യാനിറ്റി. മോക്കേഴ്സ്. അവൻ്റെ പ്രത്യക്ഷത ഉടനെ ഒന്നും വരികയില്ല. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിൽ കുറേ സമ്പാദിച്ച്, ഈ ലോകത്തിൽ കുറേ ആളായി, ഈ ലോകത്തിൽ കുറേ ഷൈൻ ചെയ്ത്, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാമെന്ന് ചിന്തിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന കെയർലെസ് ക്രിസ്ത്യൻസ്, യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ അലസരായി ജീവിക്കുന്ന വിശ്വാസികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഒരു വശത്ത് നിൽക്കുമ്പോൾ, വളരെ കെയർഫുള്ളായി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അവനോട് സദൃശ്യന്മാരായി രൂപാന്തരപ്പെടുവാനുള്ള ഉത്സാഹം നമുക്ക് ഓരോ ദിവസവും ഉണ്ടായിരിക്കണം. അടുത്ത വാക്യം പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം എന്ത് ചെയ്യണം? വായിച്ചേ. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. അതുകൊണ്ട് let us be filled with this hope of glory. ഈ തേജസ്സിന്റെ പ്രത്യക്ഷത വെളിപ്പെടുമ്പോൾ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഈ തേജസ്സിൻ്റെ പ്രത്യാശ നമ്മുടെ ഉള്ളത്തെ നിറച്ചുകൊണ്ടിരിക്കട്ടെ. അതിനായിട്ടുള്ള ഒരുക്കമായിരിക്കട്ടെ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം. ഇന്നലെ നമ്മൾ ഓർത്തതുപോലെ ഒരു ഓവർ റൈഡിങ് പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന മാത്രയിൽ ഞാൻ രൂപാന്തരം പ്രാപിക്കണം. അതിനുള്ള ഒരുക്കത്തോടുകൂടെ ഞാൻ ജീവിച്ചേ പറ്റുകയുള്ളൂ. നോ ഡൈല്യൂഷൻ. അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കരുത്. ഇങ്ങനെ കർത്താവ് നമുക്ക് ഈ ഒരു പ്രത്യാശ. രണ്ടാമത് നമ്മുടെ പ്രത്യാശ, മറ്റൊരു കാര്യം ഈ പത്രോസ് ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, അവൻ്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കൊള്ളണം. രണ്ട് പത്രോസ് 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. നമ്മുടെ പ്രത്യാശ നാം നോക്കിപ്പാർത്തുകൊണ്ടിരിക്കേണ്ട, നാം കാത്തിരിക്കേണ്ട. ഈ നാശദിവസം വരാൻ പോകുന്നു, അതുകൊണ്ട് നാം കാത്തിരിക്കേണ്ട രണ്ടാമതൊരു കാര്യമുണ്ട്. വായിച്ചേ. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ദൈവമക്കളെ, ഒന്ന് അവന്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. അത് ഈ നാശദിവസം വരുന്നതിന് മുമ്പേ തന്നെ ലോകത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കുകയും നമ്മെ ഉത്സാഹിപ്പിക്കുകയും നമ്മെ ഉണർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അപ്രതീക്ഷിതമായിട്ട് ആർക്കും വന്ന് കള്ളനെ പോലെ പിടിച്ചു കളയരുത്. അതിനു മുൻപേ അവൻ്റെ പ്രത്യക്ഷത അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. രണ്ടാമത്തേത്, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കാനായിട്ട് പോകുന്നു. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ നോട്ടവും നമ്മുടെ താല്പര്യങ്ങളും ഇപ്പോഴത്തെ ഈ ഭൂമിയിലും ഇപ്പോഴത്തെ ഈ ആകാശത്തിലുമായിരിക്കരുത്. അതാണ് നാം ആ വാക്യത്തിൽ വായിച്ചത്. ഈ ഇപ്പോഴത്തെ 7-ാം വാക്യം എന്ന് വായിച്ച ഇപ്പോഴത്തെ ആകാശത്തിനും ഭൂമിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാശ ദിവസം, ആ ഡൂംസ് ഡേ, കർത്താവിൻ്റെ ദിവസം, കള്ളനെ പോലെ വരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിനു വേണ്ടി തീക്കായിട്ട് കത്തി അഴിയാനായിട്ട് ഡിസോൾവ് ചെയ്ത് പോകുവാൻ ഈ ഭൂമിയിൽ നിന്നുള്ള പലതും അലിയിക്കാൻ പറ്റിയ രാസവസ്തുക്കളൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ ദിവസത്തിൽ ഇത് അലിഞ്ഞില്ലാതെയാകും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വാക്കുകൊണ്ട് അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചെങ്കിൽ, ഇല്ലായ്മയിൽ നിന്ന് അവൻ സകലത്തെയും ഉളവാക്കിയെങ്കിൽ ഇതിനെ തിരിച്ചില്ലാതെയാക്കാനും അവന് സാധിക്കും. മറക്കരുത്, അവൻ സൃഷ്ടിതാവായ ദൈവമാണ്. ഇതിനെ ഡിസോൾവ് ചെയ്യാൻ ആകാശവും ഭൂമിയും പ്രപഞ്ചവും സൗരയൂഥവും എല്ലാം ലെറ്റ് ഇറ്റ് ബി ഡിസോൾവ്ഡ് എന്നൊരു വാക്ക് അവൻ കൽപ്പിച്ചാൽ മതി.
ഇത് അലിഞ്ഞില്ലാതെയായി തീരും. നമ്മളിവിടെ വായിക്കുന്നത് ഇപ്പോഴത്തേത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ തീ കൊണ്ട് നശിക്കാത്ത നിലനിൽക്കുന്ന ഒരു ആകാശവും ഭൂമിയും അവൻ സൃഷ്ടിക്കാനായിട്ട് പോകുന്നു. ചില വചനങ്ങൾ ചേർത്ത് വായിക്കാം. യെശയ്യാ പ്രവചനം 65 അധ്യായം 17 വാക്യം. ഈ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ചില പ്രത്യേകതകൾ. 65 അധ്യായം ഐസയ്യാ 65 and verse 17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. യേശുക്രിസ്തുവിനും അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട്. യെശയ്യാവ് പല കാര്യങ്ങളും ദർശനത്തിൽ കാണുന്ന പ്രവാചകനാണ്. യേശുക്രിസ്തു കുരിശയിൽ കിടക്കുന്നത് ദർശനത്തിൽ കണ്ടിട്ടാണ് താൻ 53 അധ്യായത്തിൽ അത് വ്യക്തമായി സ്പഷ്ടമായിട്ട് വിവരിച്ചെഴുതിയിരിക്കുന്നത്. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവനെ കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ വിരൂപനായിരുന്നു. അങ്ങനെ അവനെ ദർശനത്തിൽ കണ്ട യെശയ്യാവ് ഇവിടെ പറയുകയാണ്. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല. മുമ്പിലത്തവ ആരും ഓർക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന ആ പുതിയ ആകാശവും തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇറ്റ് വിൽ ബി മച്ച് ഗ്ലോറിയസ്. പഴയത് ഓർക്കാനേ താല്പര്യമില്ലാതെ വണ്ണം പുതിയ ഒരനുഭവമായിരിക്കും നമുക്ക് ലഭിക്കാനായിട്ട്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇന്നത്തെ ഭൂമി അനേകരെ ആകർഷിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ വസ്തുവകകൾ അനേകരെ ആകർഷിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ പല കാര്യങ്ങളും അനേകരെ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഇന്ന് ഈ കാണുന്നതൊന്നും ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും മുമ്പിൽ ഒന്നുമല്ല. പഴയതിന് ഓർക്കാൻ പോലും പറ്റാത്ത പോലെ അത്രയ്ക്കും വ്യത്യാസമാണ്, അത്രയ്ക്കും കോൺട്രാസ്റ്റാണ് ഇപ്പോഴത്തെ ഭൂമിയും വരാനിരിക്കുന്ന ഭൂമിയും. നാം ഓർക്കണം, ഈ ഭൂമിക്ക് വേണ്ടി നാം ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ദൈവമക്കളെ. വരാൻ പോകുന്നതാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠമായത്. വരാൻ പോകുന്ന ആകാശവും വരാൻ പോകുന്ന ഭൂമിയും അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് അവൻ്റെ മടങ്ങി വരവെങ്കിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ചുകൊള്ളണം. എങ്ങനെയും അതിനു മുമ്പേ, നാശം ഈ ഭൂമിയെ വിഴുങ്ങുന്നതിന് മുൻപേ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം. രണ്ടാമത് ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും നാം അവകാശമാക്കണം. 66 അധ്യായം യെശയ്യാവ് 22 വാക്യം. യെശയ്യാവ് വീണ്ടും ആ പുതിയ ഭൂമിയെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിലനിൽക്കും. ഇറ്റ് ഈസ് ഇറ്റേണൽ, നശിക്കുന്നില്ല, അത് നിലനിൽക്കുന്നതാണ്. ഇറ്റ് ഈസ് ഗ്ലോറിയസ്, ഇറ്റ് ഈസ് ഇറ്റേണൽ. ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും അതിന് ആയുസ്സുണ്ട്, പരിധിയുണ്ട്. മനുഷ്യൻ നൂറ്റാണ്ടുകൾ കണക്ക് കൂട്ടും. ദൈവത്തിൻ്റെ കണക്കൂട്ടലിൽ അത് ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരമുള്ള കണക്കൂട്ടലുണ്ട്. ഇതിന് ഇത്രയൊക്കെ ആയുസ്സുള്ളൂ, ഇത് നശിക്കാനുള്ളതാണ്. പണ്ടത്തെ ഭൂമിയും പണ്ടത്തെ ആകാശവും ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ ഷേപ്പല്ലായിരുന്നു. ജലപ്രളയത്താൽ നശിച്ചു. അന്നത്തെ ലോകം ജലപ്രളയത്താൽ നശിച്ചു. ഭൂമിയും ആകാശമല്ല, ലോകം ജലപ്രളയത്താൽ നശിച്ചു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും നശിക്കും. എന്നാൽ വരാൻ പോകുന്ന, ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇറ്റ് വിൽ ബി ഇറ്റേണൽ. അത് ശാശ്വതമാണ്, അത് നശിക്കാത്തതാണ്. അതുകൊണ്ട് ഈ നശിച്ചു പോകുന്നതിന് വേണ്ടി നമ്മുടെ ആയുസ് പാഴാക്കേണ്ട. നശിക്കാത്തതും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതുമായ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. നമ്മുടെ ഹൃദയത്തിൽ ആ പ്രത്യാശ ഓരോ ദിവസവും നിറഞ്ഞ് അതിനുവേണ്ടി നോക്കി പാർക്കണം. മൂന്നാമത്, വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ നിയമത്തിലെ എഴുത്തുകാരിൽ നാം അവസാനം കാണുന്ന യോഹന്നാൻ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന അപ്പോസ്തലൻ പത്മോസിൽ താൻ വീണ്ടും ഇത് കാണുകയാണ്. അപ്പോൾ യെശയ്യാവ് കണ്ടു. ഭക്തന്മാർ ദർശനത്തിൽ കണ്ട ഒരു കാര്യം നൂറ്റാണ്ടുകളായി ദൈവം പലർക്ക് കാണിച്ചു കൊടുത്തത് ഒടുവിൽ യോഹന്നാന് കാണിച്ചു കൊടുത്തു. യോഹന്നാൻ പറയുകയാണ്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. വായിച്ചേ. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഇറ്റ് റീപ്ലേസസ് ദി ഓൾഡ്. ഒന്ന്, അത് ഗ്ലോറിയസ് ആണ്, ശ്രേഷ്ഠമാണ്, ഇപ്പോഴത്തേനേക്കാൾ മനോഹരമാണ്, ഇപ്പോഴത്തേനേക്കാൾ ശ്രേഷ്ഠമാണ്, അനേകം മടങ്ങ് ശ്രേഷ്ഠമാണ്. 2, ഇറ്റ് ഈസ് ഇറ്റേണൽ, അത് നിത്യമാണ്, നശിക്കുന്നതല്ല. 3, ഇറ്റ് റീപ്ലേസസ് ദിസ് കറപ്റ്റബിൾ ഓൾഡ്.
എർത്ത് ആൻഡ് ഓൾഡ് ഹെവൻസ്. ഇപ്പോഴത്തെ ഈ പഴയ ആകാശവും പഴയ ഭൂമിയും, ഇതിൻ്റെ അകത്തെ പ്രശ്നം താഴോട്ട് വായിക്കുമ്പോൾ ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, മരണമുണ്ട്, കണ്ണുനീരുണ്ട്. നമുക്കിഷ്ടമല്ലാത്ത പിശാച് കൊണ്ട് ഫിറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ആകാശത്തിലും ഭൂമിയിലും ഉണ്ട്. അതില്ലാതെ ഒരു കാലഘട്ടവും ഇല്ലായിരുന്നു, ഒരു തലമുറയും ഇതൊന്നും ഇല്ലാതെ ജീവിച്ചിട്ടില്ല. നാം ജീവിക്കുന്ന ഈ തലമുറയിലും അതുണ്ട്. പക്ഷെ വരാൻ പോകുന്നതോ ഈ ഇപ്പോഴത്തതിനെ റീപ്ലേസ് ചെയ്യുന്ന പുതിയ ആകാശവും ഭൂമിയും, പുതിയ ഭൂമിയെക്കുറിച്ച് 21 അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ദുഃഖം ഇനിയില്ല, മുറവിളി ഇനിയില്ല. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. കണ്ണുനീരിനിയില്ല. അവിടെ കർത്താവിനോട് കൂടെ ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവമക്കളെ, അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന വലിയൊരു നാശം സംഭവിക്കാൻ പോകുന്നു. അത് ഭക്തികെട്ട മനുഷ്യർക്കും ഇരുട്ടിൽ ജീവിക്കുന്നവർക്കും കള്ളനെ പോലെ വരാൻ പോകുന്നു. എന്നാൽ നാം അതിനെ ഭയപ്പെട്ട് കഴിയാനല്ല, നമ്മുടെ ഉള്ളം പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളം, നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ വലിയ പ്രത്യാശ കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഞാനൊരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നോക്കി പാർക്കുന്നു. അവിടെ എന്നെ കൊണ്ടുപോകുവാൻ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷത, നോട്ട് ദ ഡേ ഓഫ് ദ ലോർഡ് ബട്ട് ദി അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആ പ്രത്യാശയുണ്ടോ? ബൽക്കാലം അതില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആമേൻ, ആ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ആയുസ്സിൽ മാത്രമാണ് നാം പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാൻ. കാരണം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതും നശിച്ചു പോകുന്നതും നിലനിൽക്കാത്തതുമായ ഒന്നിൽ ജീവിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രത്യാശ വെച്ച് ജീവിച്ചാൽ നമ്മുടെ കാര്യം വളരെ പരിതാപകരമാണ്. എന്നാൽ നശിക്കാത്തതും നിലനിൽക്കുന്നതും ഗ്ലോറിയസ് ആയിട്ടുള്ള തേജസ്സേറിയതും ആയൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിനുവേണ്ടി നാം കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യണം. ഒടുവിലായിട്ട് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ചോദ്യം നമ്പർ 1, ഹൗ വിൽ ഇറ്റ് കം? ആ കർത്താവിൻ്റെ നാൾ എങ്ങനെ വരും? നാം അതിൻ്റെ ഉത്തരം കണ്ടു. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഷുഡ് ബി അവർ ഹോപ്പ്? നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? അതിൻ്റെ ഉത്തരവും നാം ആ ഭാഗത്ത് നിന്ന് കണ്ടു. മൂന്നാമതൊരു ചോദ്യവും കൂടെ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരവും കൂടെ ആകുമ്പോൾ ആ ഭാഗം ഏതാണ്ട് പൂർണ്ണമാകും. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഷാൽ വി ഡു? നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ പത്രോസ് അവിടെ എടുത്ത് പറയുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യം 14-ാം വാക്യം ഒന്ന് വായിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ. ഏതിനു വേണ്ടി? കർത്താവിൻ്റെ പ്രത്യക്ഷതയും പുതിയ ആകാശവും പുതിയ ഭൂമിയും, നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വായിച്ചേ. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അവിടെ പറയുന്നത് നിങ്ങൾ ഉത്സാഹിക്കണം. എന്തിനാണ് ഉത്സാഹിക്കേണ്ടത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ, നാശദിവസത്തിന് വേണ്ടിയൊന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല, അതിന് മുമ്പേ രക്ഷപ്പെട്ടോണം ഇവിടുന്ന്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങളെ ബ്ലെയിംലെസ് ആയിട്ട് കാണണം, കറയും കളങ്കവും ഇല്ലാത്തവരായിട്ട് കാണണം. അതിനുവേണ്ടി ദൈവം ഒരു ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. ദീർഘക്ഷമ എന്ന വാക്ക് ഈ അധ്യായത്തിൽ 2 തവണ പത്രോസ് ഉപയോഗിക്കുന്നുണ്ട്. ആ 2 വാക്യങ്ങളും ഒരേ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം അത് ഉപയോഗിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ്. 3-ാം അധ്യായം 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഈ വാക്യം വായിച്ച് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് എന്താണെന്നറിയാം, ഈ ലോകത്തിൽ ഒരുപാട് പേര് രക്ഷിക്കപ്പെടാത്തവരുണ്ട്. അവരെല്ലാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള. അല്ല. ആരും നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ല. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാവരും മാനസാന്തരപ്പെടുമെന്ന് കർത്താവ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് സംഭവിക്കാനും പോകുന്നില്ല.
അവിടെ ആ വാക്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. ആരോട് ദീർഘക്ഷമ കാണിക്കുന്നു? അതാണ് നമ്മൾ പലപ്പോഴും വിട്ടുകളയുന്നത്. നമ്മൾ വചനം വായിക്കുമ്പം പല വാക്കുകളും സൗകര്യപൂർവ്വം നമ്മളങ്ങ് വിട്ടുകളയും. ഷോയിങ് പേഷ്യൻസ് ടു യു, നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ആരോടാ? 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച വൃതന്മാരായി വിശ്വാസ സമൂഹത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളോടാണ് ഈ ലേഖനം പ്രബോധിപ്പിക്കുന്നത്. പത്രോസ് പറയുകയാണ്, കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് പുറത്തുള്ളവരോടല്ല. പുറത്തുള്ളവൻ മാനസാന്തരപ്പെടാൻ ദൈവം അവസരം കൊടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരുമ്പോൾ ഒരുക്കമുള്ളവർ പോകും, നാശദിവസം വരുമ്പോൾ നശിക്കും, അല്ലാത്തവൻ നശിക്കും. ദൈവം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അകത്ത് കയറിയവൻ, വിശ്വാസിയായവൻ, വീണ്ടെടുപ്പ് പ്രാപിച്ചവൻ, സഭയ്ക്കകത്തിരിക്കുന്നവൻ ഒരുക്കം പ്രാപിക്കാൻ അല്പം കൂടെ സമയം ദൈവം കൊടുക്കും. ദൈവമക്കളെ, നമ്മോടാ ദീർഘക്ഷമ കാണിക്കുന്നത്. മറക്കരുത്, വചനം എടുത്ത് കോട്ടിക്കളയരുത്. വചനമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ 14-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞത്, കർത്താവിൻ്റെ ഈ ദീർഘക്ഷമ, നിങ്ങളോടവൻ കാണിക്കുന്ന ദീർഘക്ഷമ. നിങ്ങളുടെ വീട്ടിലെ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശണ്ട ഉണ്ടല്ലോ, അതൊന്ന് ശരിയാകാൻ ദീർഘക്ഷമ കാണിക്കുക. നിന്റെ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തിലെ ആ പാപം ഉണ്ടല്ലോ, അതൊന്ന് ശരിയാകാൻ ദീർഘക്ഷമ കാണിക്കുക. നിന്റെ ജീവിതത്തിലെ ആ കയ്പും വിദ്വേഷവും ഉണ്ടല്ലോ, അതൊന്നും മാറി നീ കറയും കളങ്കവും ഇല്ലാത്തതാകാൻ ദീർഘക്ഷമ കാണിക്കുക. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും ഓർത്താണ് അവൻ ദീർഘക്ഷമ കാണിക്കും. മറക്കരുത്, വചനം എടുത്ത് കൂട്ടിക്കളയരുത്. വചനമായിട്ട് പഠിക്കണം. നിങ്ങളോട്, ചില പരിഭാഷകളിൽ ടു യു, NIV എഴുതിയേക്കുന്നത് നിങ്ങളോട്, അതാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഓൾഡ് കിങ് ജെയിംസും ന്യൂ കിങ് ജെയിംസും ടു അസ്, നമ്മോട്. ഇത് രണ്ടും വിശ്വാസികളെക്കുറിച്ച് മാത്രമാണ്. വിവിധ പരിഭാഷകൾ വചനം പഠിക്കുന്നവർ ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷൻസ് എടുത്ത് നന്നായിട്ട് പഠിക്കണം. ആ വചനം ശ്രദ്ധിച്ച് പഠിക്കണം. കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നത് അവൻ്റെ ജനത്തെ സംബന്ധിച്ചാണ്. വീണ്ടെടുപ്പ് പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ ഒരുക്കം പ്രാപിച്ചില്ലല്ലോ. ദൈവമക്കളെ, 2026 കൂടെ ദൈവം തന്നത് ഈ സഭ കുറച്ചും കൂടി ഒരുക്കം പ്രാപിക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. കുറച്ചും കൂടി ഒരുക്കം പ്രാപിക്കാനുണ്ട്, അതിനു വേണ്ടിയാണെന്ന് ശരിയായിട്ട് ഏറ്റെടുത്തോളം. വേറെ ആരെയും വിധിക്കാൻ പോകരുത്. അവൻ എന്നോട് ദീർഘക്ഷമ കാണിക്കുന്നു, എൻ്റെ കുടുംബത്തോട് ദീർഘക്ഷമ കാണിക്കുന്നു, എൻ്റെ സഭയോട് ദീർഘക്ഷമ കാണിക്കുന്നു, നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് ഓരോരുത്തരും ഏറ്റെടുത്തോളം. ഇനി ഇങ്ങനെ കർത്താവ് ദീർഘക്ഷമ കാണിച്ച വേറൊരു കാലഘട്ടത്തെക്കുറിച്ച് പത്രോസ് തന്നെ പറയുന്നുണ്ട്. ഒന്നാം ലേഖനം 1 പത്രോസ് 3-ാം അധ്യായം, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. കർത്താവ് ദീർഘക്ഷമ കാണിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ഒരു നാശദിവസം വരുന്നതിന് മുൻപേ അവൻ ദീർഘക്ഷമ കാണിച്ച ഒരു കാലഘട്ടം. 1 പത്രോസ് 3-ാം അധ്യായം 19-ാം വാക്യം. 1 Peter chapter 3 verse 19. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവിടെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്ന ഒരു കാലഘട്ടം. ദീർഘക്ഷമയോടെ ദൈവം കാത്തിരുന്ന ഒരു കാലഘട്ടം. ദൈവം ഇതുപോലെ അന്നത്തെ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് പത്രോസ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അന്നത്തെ ലോകം ജലത്താൽ നശിച്ചു, പ്രളയത്താൽ നശിച്ചു. ഇപ്പോഴത്തെ ലോകം തീയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം ദീർഘക്ഷമ കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അന്നത്തെ ലോകം നശിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നോഹയോട് ദൈവം പ്രത്യക്ഷനായിട്ട് അവനോട് പറഞ്ഞു, ഒരു പെട്ടകം ഉണ്ടാക്കണം. നോഹയോട് പറഞ്ഞു. അതിൻ്റെ അകത്ത് ജീവജാലങ്ങളെല്ലാം കയറ്റണം, നീ നിന്റെ കുടുംബവും അതിൻ്റെ അകത്ത് കയറണം. ദൈവം ഇങ്ങനെ പെട്ടകമൊക്കെ നോഹ ഒരു വശത്തോടെ ഉണ്ടാക്കുന്നു. ഈ പെട്ടകത്തിനകത്ത് കയറാൻ നോഹയുടെ കുടുംബം എത്രമാത്രം ഒരുക്കം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ദൈവം ദീർഘക്ഷമയോടിരിക്കുക. കാരണം ഒരു കുടുംബമെങ്കിലും അകത്ത് കയറണം. ദൈവം ദീർഘക്ഷമയോടിരിക്കുകയാണ്. ഈ ദീർഘക്ഷമയ്ക്ക് ദൈവം ഒരു പരിധി വെച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ശ്രദ്ധയോടെ നമുക്കൊന്ന് വായിക്കാം.
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും. നോഹയോട് പറഞ്ഞു, നീ ഇത് നീതി പ്രസംഗിയാണ്, നിന്റെ കുടുംബത്തോട് പറയണം, നാട്ടുകാരോട് പറയണം. ആരെങ്കിലുമൊക്കെ കയറിയാൽ നല്ല കാര്യം, ആരും കയറരുതെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിൻ്റെ നോട്ടം നോഹയുടെ കുടുംബമോ. അയ്യോ, നോഹയുടെ കുടുംബമെങ്കിലും അകത്ത് കയറിയില്ലെങ്കിൽ ഇതിനെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞാൽ അതോടെ ചരിത്രം അവസാനിക്കും. ദൈവം ഇങ്ങനെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ഏകദേശം 900 വർഷം വരെ മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ 100-120 ഒന്നുമല്ല, 900 വർഷം മനുഷ്യൻ ജീവിക്കും. 939 വർഷം മധുശലമാണ് മാക്സിമം ജീവിച്ച മനുഷ്യൻ. ഈ 900 ആണ്ട് ജീവിക്കുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഈ ഒരുപാട് സമയമൊന്നും ഞാൻ തരികയില്ല, എൻ്റെ ആത്മാവ് സദാകാലവും വാദിക്കുകയില്ല. പെട്ടകത്തിൽ കയറാൻ 120 കൊല്ലം തരാം, 120 കൊല്ലം ഞാൻ ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസിൻ്റെ എത്രയായി? 900 വർഷത്തെ ആയുസിൻ്റെ എത്ര ശതമാനം ഉണ്ട് എന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് 70 ഏറെയായാൽ 80 വർഷം ജീവിക്കുന്ന നമുക്ക് എത്ര കൊല്ലം ദൈവം ദീർഘക്ഷമ കാണിക്കും എന്നും കൂടെ ഓർത്തോണം. കഷ്ടിച്ച് 3-4 കൊല്ലം ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ദൈവം ക്ഷമയോടെ നോക്കും. മാനസാന്തരപ്പെടുമോ, നന്നാകുമോ, കൊള്ളാവുന്നവനായി തെളിയുമോ എന്ന് ദൈവം നോക്കും. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിച്ചോ. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ എടുത്തു വെച്ച് കുഞ്ഞു കളിക്കരുത്. ദൈവം ഒന്നും സംഭവിച്ചില്ലല്ലോ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് ജീവിക്കരുത്. അവൻ സമയം വെച്ചിട്ടുണ്ട്, അവൻ പരിധി വെച്ചിട്ടുണ്ട്, അവൻ്റെ ദീർഘക്ഷമയ്ക്ക് അവൻ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഇതുപോലെ വേറൊരു ദൃഷ്ടാന്തം, ലോത്തിൻ്റെ കാലഘട്ടത്തിൽ തീ കൊണ്ട് നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. തൻ്റെ ദൂതനെ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. കാരണം ആ സോദോമിൽ ഒറ്റ ഒരു കുടുംബമേ ആകെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായൊരു ലോത്തുണ്ട്. അവൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദൈവത്തിൻ്റെ ദൂതന്മാരവിടെ ചെന്ന് ആലോചനയൊക്കെ പറഞ്ഞു. തീ ഇറങ്ങാൻ പോകുകയാണ്, സമയം അധികമൊന്നുമില്ല, 120 വർഷമൊന്നും നോഹയുടെ കാലം പോലെ സമയമില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ടോണം, ഓടി രക്ഷപ്പെട്ടോണം. തൻ്റെ 2 പെൺമക്കൾക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ആൺമക്കളുടെ അടുത്ത് ലോത്തി എന്ന് പറഞ്ഞു, മക്കളെ വാ, നിന്നാ തീ ഇറങ്ങും. അവർ പറഞ്ഞു, അപ്പച്ചൻ പോയി വേറെ പണി നോക്ക്, ഞങ്ങൾ വരുന്നില്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ അവർ തള്ളിക്കളഞ്ഞു. അന്ന് രാത്രി നേരം വെളുക്കുന്ന സമയമായപ്പോഴേക്കും ദൂതന്മാർ ലോത്തിനെ കൈപിടിച്ചിറക്കി. സമയം കഴിയാൻ പോകുകയാണ്, ദീർഘക്ഷമയുടെ കാലഘട്ടം കഴിയുന്നു, വേഗത്തിൽ ഓടിക്കോ, പർവ്വതത്തിലേക്ക് ജീവരക്ഷയ്ക്കായിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. 2 മരുമക്കൾ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട 2 ആൺമക്കൾ തീയിൽ വെന്തുപോയി. ആ ഒരു കുടുംബം, ലോത്തിൻ്റെ ഒരൊറ്റ കുടുംബം, അവർ ഓടി പോയ വഴിക്ക് ഭാര്യയും 30 തൂണായിട്ട് തിരിഞ്ഞ് നശിച്ചുപോയി. അതാണ് നമ്മളവിടെ കാണുന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ ദീർഘക്ഷമ ദൈവജനത്തോടാണ്, കർത്താവിൻ്റെ ദീർഘക്ഷമ ദൈവസഭയോടാണ്, എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളോടാണ്. അതിനെ രക്ഷയെന്ന് വിചാരിച്ചോണം. മാനസാന്തരപ്പെടാൻ, ക്രമീകരിക്കപ്പെടുവാൻ, ജീവിതത്തെ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാൻ ഇന്നാണ് രക്ഷാദിവസം, ഇന്നാണ് സുപ്രസാദകാലം. നാളത്തെ ദിവസം ദീർഘക്ഷമയുടെ പരിധിയിൽ എനിക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല, നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല, വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ എക്സ്റ്റൻഷൻ കൊടുത്തേക്കാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവം ഗുണപ്പെടാൻ തന്നിരിക്കുന്ന ദിവസമാണെന്ന്, ക്രമപ്പെടുത്താൻ തന്നിരിക്കുന്ന ദിവസമാണെന്ന് ഏറ്റെടുക്കുന്നതാണ് രക്ഷ. അതാണ് ഈ 2 വാക്യങ്ങളും ചേർത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം. കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിച്ചോണം. കാരണം തൻ്റെ മക്കളിൽ ആരും നശിച്ചു, ആ ഭാഗം ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഒരു വാക്ക് ബ്രാക്കറ്റിലിടണം. തൻ്റെ മക്കളിൽ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവത്തിന് ആഗ്രഹം. ദൈവമക്കളെ, അത് വളരെ ഗൗരവമായിട്ടെടുക്കുക. കർത്താവിൻ്റെ ദീർഘക്ഷമയെ നാം രക്ഷയെന്ന് വിചാരിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. 1 പത്രോസ് 1-ാം അധ്യായം 14 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങൾ അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പത്രോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം. 1 പത്രോസ് 1-ാം അധ്യായം 14 തുടങ്ങി 16 വരെ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഇത് പ്രബോധിപ്പിക്കുന്നത് വിലയേറിയ വിശ്വാസം ലഭിച്ച ദൈവമക്കളോടാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ഉം 12. വേഗം വരുന്നു എന്ന് പറഞ്ഞ കർത്താവ്
അവിടെ വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവസാന അധ്യായത്തിൽ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. റെവലേഷൻ 22:11-12. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാണ് ഈ അന്ത്യകാലത്തേക്കുള്ള പ്രബോധനം. ഇതാണ് ദീർഘക്ഷമ. അവൻ ദീർഘക്ഷമ കാണിക്കുന്നത് നമ്മോടാണ് എന്ന് തിരിച്ചറിയണം. ബാക്കി ദൈവത്തിൻ്റെ ടൈം ടേബിളിൽ ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ സഭ ഒരുക്കപ്പെട്ടാൽ, ദൈവത്തിൻ്റെ ജനം ഒരുക്കപ്പെട്ടാൽ കർത്താവ് നിശ്ചയമായിട്ടും തൻ്റെ വാഗ്ദത്തം പ്രകാരം അവൻ പ്രത്യക്ഷനാകും, ചേർക്കേണ്ടവരെ ചേർക്കും. കർത്താവിൻ്റെ കാലപരിധിയിൽ തുടർന്നുള്ളതെല്ലാം ഫിക്സഡാണ്. അവൻ്റെ ആ നാശദിവസം, ഡേ ഓഫ് ദ ലോർഡ് സമീപിക്കും, നശിക്കും. കർത്താവ് പിന്നെ ഇടോമലോ നോക്കുന്നവനല്ല. സോദോമിനെ നശിപ്പിച്ചപ്പോൾ അവൻ ഇടോമലോ നോക്കിയില്ല. നോഹയുടെ കാലത്ത് ലോകത്തെ നശിപ്പിച്ചപ്പോൾ അവൻ ഇടോമലോ നോക്കിയില്ല. അതുപോലെ തന്നെയായിരിക്കും അവസാനവും സംഭവിക്കുന്നത്. അതാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓർപ്പിച്ചത്. രണ്ടാമത് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിച്ച് കറയും കളങ്കവും ഇല്ലാത്തവരായി ജീവിപ്പാൻ ഉത്സാഹിച്ചു കൊള്ളണം. രണ്ടാമത്തെ കാര്യം 2 പത്രോസ് 3:14 ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണണം. ബി അറ്റ് പീസ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് വരുമ്പോൾ സമാധാനത്തോടെ കാണും. ദൈവമക്കളെ, ഈ സമാധാനവും വിശുദ്ധിയും തമ്മിൽ വലിയ ബന്ധം. ചില ആളുകളുണ്ട്, കലക്കമാണവർ. എവിടെ ചെന്നാലും കലക്കം. കുടുംബത്തിൽ കലക്കം, സഭയിൽ ചെന്നാൽ കലക്കം, ജോലി സ്ഥലത്ത് ചെന്നാൽ കലക്കം, റോഡിലിറങ്ങിയ കലക്കം, കമ്പോളത്തിൽ ചെന്നാൽ കലക്കം, എവിടെ ചെന്നാലും കലക്കം. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ സ്വഭാവവും വിശുദ്ധിയും പ്രാപിക്കാൻ സമാധാനമില്ലാതെ ഒരിക്കലും പറ്റുകയില്ല. 2 കാര്യത്തിൽ സമാധാനം ഉണ്ടായിരിക്കണം. ഒന്ന്, റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് നല്ല സമാധാനത്തിലായിരിക്കണം. ദൈവവുമായി തെറ്റിയിരിക്കുന്ന, ദൈവവുമായി പിണങ്ങിയിരിക്കുന്ന, ദൈവവുമായി നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞ കോൺ തിരിഞ്ഞിരിക്കുന്ന വിഷയമൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. Be in line with God, be at peace with God. വിശ്വാസത്താലുള്ള നീതീകരണം നമ്മെ ദൈവത്തോടുള്ള സമാധാനത്തിൽ കൊണ്ടുവരും. ദൈവത്തോടുള്ള ശത്രുതയിലായിരുന്നവനെ ദൈവത്തോടുള്ള തികഞ്ഞ സമാധാനത്തിൽ കൊണ്ടുവന്നതാണ് ആ വീണ്ടെടുപ്പ്. അങ്ങനെ നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ അവസാന ദിവസം വരെ ദൈവത്തോട് നല്ല സമാധാനത്തിലായിരിക്കണം. ഏത് സമയത്തും അവൻ്റെ സന്നിധിയിൽ ചെന്ന് അവൻ്റെ മുഖത്ത് നോക്കി അപ്പാ എന്ന് വിളിക്കാനുള്ള സമാധാനം കർത്താവുമായിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്, ബി അറ്റ് പീസ് വിത്ത് വൺ അനദർ. തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം 12:14. എബ്രായ ലേഖനം 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ. മക്കളെ, തറപ്പിച്ച് പറയുകയാണ്, അത് നോട്ട് ചെയ്ത് വെച്ചോ. ജീവിതത്തിൽ സമാധാനം പാലിച്ചില്ലെങ്കിൽ വിശുദ്ധി ഒരിക്കലും പ്രാപിക്കുകയില്ല. കലങ്ങി മറിഞ്ഞ കടലുപോലെ ഒരു കലഹവുമായി, ഒരു ഇളക്കവുമായിട്ട് നടക്കുന്ന, അസമാധാനവുമായിട്ട് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും വിശുദ്ധിയെ പ്രാപിക്കുകയില്ല. വിശുദ്ധിയെ പ്രാപിക്കണോ, സമാധാനം ഉണ്ടായേ പറ്റുള്ളൂ. അത് വീട്ടിൽ സമാധാനം ഉണ്ടായിരിക്കണം, നാം ആയിരിക്കുന്ന എല്ലായിടത്തും സമാധാനം ഉണ്ടായിരിക്കും. ബി അറ്റ് പീസ് വിത്ത് ഗാഡ് ആൻഡ് ബി അറ്റ് പീസ് വിത്ത് വൺ അനദർ. അതുകൊണ്ട് ഒന്ന്, കറയും കളങ്കവുമില്ലാത്തവരായിട്ട് കാണുവാൻ അവൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിച്ച് ഉത്സാഹിക്കണം. 2, സമാധാനത്തോടെ കാണാൻ ഉത്സാഹിക്കണം. കർത്താവ് വരുമ്പോൾ സമാധാനത്തിലല്ല എങ്കിൽ, ഇഫ് യു ആർ നോട്ട് അറ്റ് പീസ് വിത്ത് ഗാഡ് ആൻഡ് ഇഫ് യു ആർ നോട്ട് അറ്റ് പീസ് വിത്ത് വൺ അനദർ, അവൻ്റെ പ്രത്യക്ഷതയിൽ, കാരണം സ്വർഗത്തിൽ ചെന്നേച്ച് ഒരു ഒറ്റ കുഞ്ഞിനെയും അവിടെ കലക്കം ഉണ്ടാക്കാൻ ദൈവം സമ്മതിക്കുക. കലക്കക്കാരും സ്വർഗത്തിലില്ല. അതാണല്ലോ സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠത. അതെല്ലാം നരകത്തിലാണ്. തമ്മിലടി മുഴുവനും നരകത്തിൽ. വീട്ടിൽ തമ്മിലടിയാണെങ്കിൽ നേരെ നരകത്തിലേക്കാണ് ടിക്കറ്റ്. ഓർത്തോ, സ്വർഗത്തിലേക്കാണ് ടിക്കറ്റെങ്കിൽ അവിടെ സമാധാനത്തിൻ്റെ ഇടമാണ്, അവിടെ സ്നേഹത്തിൻ്റെ ഇടമാണ്,
അവിടുത്തെ ഭാഷ സ്നേഹമാണ്. അതുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കാൻ ഉത്സാഹിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, 2 പത്രോസ് 3:11 വാക്യം. മൂന്നാമത് ചെയ്യേണ്ടത്, ഈ കർത്താവിൻ്റെ ദിവസം വേഗത്തിൽ വരുന്നത് കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം 2 പത്രോസ് 3:11. ഇങ്ങനെ ഇവയൊക്കെയും അഴുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ hasten the coming of the Lord. കർത്താവിൻ്റെ വരവ് ബന്ധപ്പെടുത്തണം, വേഗത്തിലാക്കണം. നമ്മൾ വിചാരിച്ചാൽ കർത്താവിൻ്റെ വരവ് വേഗത്തിലാക്കാൻ കഴിയുമോ? 2 കാര്യങ്ങളാണ് അക്കാര്യത്തിൽ. ഒന്ന്, നമ്മുടെ ഒരുക്കം നമ്മൾ പറഞ്ഞല്ലോ. കൂടാതെ 2 കാര്യങ്ങളാണ് ഈ വിഷയത്തോട് ചേർത്ത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥന ഈ ദിവസത്തെ ബന്ധപ്പെടുത്തും. 1 പത്രോസ് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ 4-ാം അധ്യായം 7-ാം വാക്യം, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യുന്നവരായിരിക്കണം? 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുകയാൽ ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. കർത്താവിൻ്റെ വരവിനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാം? നിൻ്റെ രാജ്യം വരണം, നിൻ്റെ രാജ്യം വരണം. ദൈ കിങ്ഡം കം. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ ഒന്ന് വേഗം വരണേ, കർത്താവേ വരണേ, നിൻ്റെ രാജ്യം ഒന്ന് വരണേ, നിൻ്റെ പ്രത്യക്ഷത ഒന്ന് വേഗത്തിലാക്കണേ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അതിന് മറുപടി ഒരു പ്രാർത്ഥനയാണ്. ആമേൻ കർത്താവേ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദാറ്റ് ഈസ് എ പ്രയർ. അതൊരു പ്രാർത്ഥനയാണ്. ആമേൻ കർത്താവായ യേശുവേ വരണം. ദൈവമക്കളെ, ഈ നാളുകളിൽ കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഒരുങ്ങുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വേഗം അത് സംഭവിക്കുവാൻ, അത് ദൈവത്തിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ലോകവ്യാപകമായി അനേക ദൈവമക്കളെ ഈ നാളുകളിൽ ദൈവം പ്രാർത്ഥനയ്ക്കായിട്ട് ഉത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദൈവസഭയും പ്രാർത്ഥിക്കുന്ന സഭയാകയാൽ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ലോകവിഷയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നേരം പൊക്കി കളയാനായിട്ടല്ല, കർത്താവിൻ്റെ വരവ് അതായിരിക്കട്ടെ നമ്മുടെ മുഖ്യ വിഷയം. അത് കേന്ദ്രമാക്കി വെച്ചുകൊണ്ട്, മുഖ്യ വിഷയമാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത്, അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്താനായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യം. കർത്താവിൻ്റെ വരവ്, ലോകാവസാനത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷത, ഇതിനൊക്കെ മുന്നോടിയായിട്ട് അന്ത്യകാലത്ത് നടക്കുവാൻ കർത്താവ് വെച്ചിരിക്കുന്ന വേറൊരു വിഷയമുണ്ട്. മാത്യു 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. Then the end shall come. അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനം വരുന്നതിന് മുൻപേ പൂർത്തിയാക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്ന്, ഈ സുവിശേഷം എത്തിയിട്ടില്ലാത്തിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. ലോകത്തിൻ്റെ അറ്റത്തോളം രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ്, ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിൻ്റെ ആ സദ്വർത്തമാനം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടണം. ഈ കഴിഞ്ഞ ആ പാൻഡമിക് കൊണ്ട് ദൈവം തുറന്ന ഒരു വാതിലാണ് ഈ ഓൺലൈൻ മീഡിയ വഴി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും നമുക്ക് നേരിട്ട് കടന്നു പോകാൻ സാധിക്കാത്ത ഇടങ്ങളിൽ പോലും ആളുകളോട് സംസാരിക്കുവാൻ, പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷത്തിന് അടയ്ക്കപ്പെട്ട പല രാജ്യങ്ങളിലും രാത്രി ദർശനത്തിൽ, സ്വപ്നത്തിൽ പലർക്കും കർത്താവ് പ്രത്യക്ഷനായി അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിലാകുകയില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം പോകാൻ പറ്റുന്നിടത്തോളം പോയി പറയണം. പോകാൻ പറ്റാത്തടത്ത് പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം ആരെയെങ്കിലും അയക്കാനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് പറയുകയാണ്, കൊയ്ത്ത് വളരെയുണ്ട്,
വേലക്കാരെ ചുരുക്കും. കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കാനായിട്ട് അപേക്ഷിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അവൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിച്ചുകൊണ്ട് നാം ഒരുക്കം പ്രാപിക്കേണ്ടതായ വിഷയങ്ങൾ ദൈവം നമ്മെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവം ഭാഗ്യമൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. പകൽക്കാലം കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരുക്കം പ്രാപിക്കേണ്ട വിഷയങ്ങൾ, ഇപ്പോഴും ഇരുട്ടിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നെ സഹായിക്കണമേ, എന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം.